KMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധിയില്ല. പ്രസിഡൻഷ്യൽ റഫറൻസിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി. ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി ഇല്ലെന്ന് സുപ്രീംകോടതി. സമയപരിധി നിശ്ചയിച്ച 2-അംഗ ബെഞ്ചിന്റെ വിധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് തള്ളി. കേരളം ഉൾപ്പെടെ NDA ഇതര സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാണ് സുപ്രീംകോടതി വിധി. ബില്ലിന്മേൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന തീർപ്പ്. രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി. ബില്ലുകൾ അനിശ്ചിതകാലത്ത് തടഞ്ഞുവെക്കുവാൻ അധികാരമില്ലെന്ന് അഭിപ്രായപ്പെട്ട കോടതി ഗവർണറുടെ വിവേചനാധികാരം പരിമിതപ്പെടുത്തുന്നത് യുക്തിസഹമല്ലെന്നും വ്യക്തമാക്കി. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് ഭരണഘടനാപരമായ 3 ഓപ്ഷനുകളുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വൈഷ്ണവ് സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വാർഡിലെ ജനങ്ങളോട് വിവാദങ്ങളെക്കുറിച്ചല്ല പറയാനുള്ളതെന്ന് വൈഷ്ണവ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കലക്ടറേറ്റിലെത്തിയാണ് പത്രിക നൽകിയത്. ജില്ലാ സപ്ലൈ ഓഫീസർ സിന്ധു KVക്ക് മുൻപിലാണ് പത്രിക സമർപ്പിച്ചത്. വിവാദങ്ങൾ പ്രചരണത്തിന് തടസ്സമായെന്ന് വൈഷ്ണവ് സുരേഷ് പ്രതികരിച്ചു. 10 ദിവസമാണ് നഷ്ടമായത്, അതൊക്കെ മറികടക്കും. വാർഡിലെ ജനങ്ങളോട് വിവാദങ്ങളെക്കുറിച്ചല്ല പറയാനുള്ളതെന്നും വൈഷ്ണവ് പറഞ്ഞു. അതേസമയം വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാൻ CPIM ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരത്തെ 2 പ്രധാന CPIM നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട്. കോർപ്പറേഷനിലെ CPIMകാരായ ചില ഉദ്യോഗസ്ഥർ കൂടി ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കാളികളാണ്. ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി പരിശോധിക്കണം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും അല്ലെങ്കിൽ UDF നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് വെട്ടിയതിന് പിന്നിൽ ആര്യ രാജേന്ദ്രൻ എന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ആരോപിച്ചു. 13-ാം തീയതി രാത്രി മേയർ നഗരസഭയിൽ വന്നുവെന്നും അവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി പേര് വെട്ടിച്ചു എന്നും ഒരു വാർത്ത നഗരസഭയിലുള്ള കോൺഗ്രസ് യൂണിയന്റെ ആളുകൾ തങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും K മുരളീധരൻ പറഞ്ഞു. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം തുടരും. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം തുടരും. നാളെയും മറ്റന്നാളും ശനിയാഴ്ചയും OP ബഹിഷ്കരിക്കും. OP തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കുവാനാണ് തീരുമാനം. ഔദ്യോഗിക ചർച്ചകളും ബഹിഷ്കരിക്കും. ഔദ്യോഗിക കത്തിടപാടുകൾക്ക് മറുപടി നൽകില്ല. മറ്റ് സ്ഥിതിവിവര കണക്കുകളും കൈമാറില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA നടത്തുന്ന പ്രക്ഷോഭത്തിൽ ഇതുവരെയും അനുകൂലമായ തീരുമാനമില്ലാത്ത സാഹചര്യത്തിലാണ് 5-ാം ആഴ്ചയും OP ബഹിഷ്കരണം അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാൻ സംഘടന തീരുമാനിച്ചത്. ലേബർ റൂം, അത്യാഹിത വിഭാഗങ്ങൾ, അടിയന്തര ശസ്ത്രക്രിയകൾ എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെന്നതിനാൽ സമരം തുടരുവാൻ KGMCTA തീരുമാനിച്ചിരുന്നു. വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിനു പിന്നിൽ CPIMന്റെ ക്രിമിനൽ ഗൂഢാലോചന VD സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാൻ CPIM ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരത്തെ 2 പ്രധാന CPIM നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട്. കോർപ്പറേഷനിലെ CPIMകാരായ ചില ഉദ്യോഗസ്ഥർ കൂടി ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കാളികളാണ്. ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി പരിശോധിക്കണം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും അല്ലെങ്കിൽ UDF നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈഷ്ണയുടെ വോട്ട് പുനഃസ്ഥാപിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ ഉദ്യോഗസ്ഥ തലത്തിലെ ഗുരുതര വീഴ്ചകൾ എടുത്തു പറയുന്നു. CPIM പ്രാദേശിക നേതാവിന്റെ പരാതിയിൽ കോർപ്പറേഷൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ തീർത്തും ഏകപക്ഷീയമായി തീരുമാനമെടുത്തു. CPIMന്റെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്യുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത്. വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തതിന് ഒരു ന്യായീകരണവും ഇല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തലെന്നും അദ്ദേഹം പറഞ്ഞു.
വൈഷ്ണ ഹിയറിംഗ് സമയത്ത് നൽകിയ രേഖകളൊന്നും ഉദ്യോഗസ്ഥൻ പരിഗണിച്ചില്ല. വൈഷ്ണയുടെ സാന്നിധ്യത്തിൽ സിപിഐഎം പ്രാദേശിക നേതാവ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വോട്ട് വെട്ടിയത്. സിപിഐഎമ്മിന് വിടുപണി ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഒരു നിമിഷം പോലും തുടരുവാൻ അർഹതയില്ല. രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. എക്കാലത്തും സിപിഐഎം ഭരണത്തിലുണ്ടാകില്ലെന്നും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ലെന്നും സിപി. നിതീഷ് കുമാർ 10.0 ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ബീഹാർ മുഖ്യമന്ത്രിയായി 10ാം തവണയും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത്. ഉപമുഖ്യമന്ത്രിയായി സമ്രാട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തു. പാട്നയിലെ ഗാന്ധി മൈതാനത്ത് വച്ചാണ് ചടങ്ങുകൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത് ഷാ, ജെ.പി. നദ്ദ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ, 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ജെഡിയുവും ഭാരതീയ ജനതാ പാർട്ടിയും നേതൃത്വം നൽകുന്ന എൻഡിഎ വൻ ഭൂരിപക്ഷം നേടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 243 നിയമസഭാ സീറ്റുകളിൽ 202 എണ്ണം നേടിയായിരുന്നു വിജയിച്ചത്. 89 സീറ്റുകൾ നേടി ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ജെഡിയു 85 സീറ്റുകൾ നേടി. ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് 19 സീറ്റുകൾ നേടി. ഹിന്ദുസ്ഥാനി അവാം മോർച്ച മതേതര പാർട്ടി 5 സീറ്റുകൾ നേടി. രാഷ്ട്രീയ ലോക് മാർച്ച് 4 സീറ്റുകളും നേടി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രതിസന്ധി അവസാനിപ്പിക്കുവാൻ കോൺഗ്രസ് കെഎസ്യു നേതാക്കളെ പരിഗണിക്കും. യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കൾക്ക് പരിഗണന നൽകി വയനാട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിത്വത്തിലെ കല്ലുകടി അവസാനിപ്പിക്കുവാൻ കോൺഗ്രസ്. നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ഗൌതം ഗോകുൽദാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കും. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ അമൽ ജോയിയെ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കും. കേണിച്ചിറയിൽ UDF മുൻ ജില്ലാ കൺവീനർ കെ വിശ്വനാഥൻ സ്ഥാനാർത്ഥിയായേക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയലിന് ജില്ലാ പഞ്ചായത്ത് മീനങ്ങാടി ഡിവിഷൻ നൽകുവാനാണ് ധാരണ. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ഗൌതം ഗോകുൽദാസ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വൈത്തിരിയിലോ തിരുനെല്ലിയിലോ മത്സരിക്കും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂതാടി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായേക്കും. അമൽ ജോയിയെ ബ്ലോക്ക് പഞ്ചായത്ത് ചീരാൽ ഡിവിഷനിൽ മത്സരിപ്പിക്കുവാനും ധാരണയായി. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് പ്രാദേശിക തലത്തിൽ കൂട്ടരാജിയുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി നെന്മേനിയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിയും രാജിവച്ചിരുന്നു. ഡിസിസി പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറിയിരുന്നു. ലോകകപ്പിൽ യോഗ്യത നേടാനാകാതെ പോയത് 145 രാജ്യങ്ങൾക്ക്. ഇതുവരെ യോഗ്യത ഉറപ്പാക്കിയത് 42 രാജ്യങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ഈ 2 രാജ്യങ്ങളടക്കം 145 രാജ്യങ്ങൾക്കാണ് 2026 ഫിഫ ലോകകപ്പിൽ യോഗ്യത നേടാനാകാതെ പോയത്. യൂറോപ്പ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നായി ഏതാനും തവണ തുടർച്ചയായ ലോകകപ്പിൽ കളിച്ചിരുന്ന പ്രമുഖ ദേശീയ ടീമുകളെല്ലാം പുറത്തായവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾക്കായി ലോകകപ്പ് മൈതാനങ്ങളിൽ പന്ത് തട്ടുമായിരുന്ന പ്രധാന താരങ്ങൾക്കും ഇത്തവണ ലോകകപ്പ് നഷ്ടമായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫോർവേഡ് ബ്രയാൻ എംബ്യൂമോ ഇത്തരത്തിൽ പുറത്തായ താരമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.